ഉടമകളെ വാർത്തെടുക്കുന്നവർ, ഇവരുമായി യോജിക്കാൻ ഒരു മുസ്ലിമിന്, ഒരു വിശ്വാസിക്ക് സാധിക്കുമോ? ഒരിക്കലും അന്യ സഹോദരങ്ങളെ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സമസ്ത എന്ന് പറയുന്ന സംഘടനയുമായി മുജാഹിദ് പ്രസ്ഥാനം വിയോജിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ജ്യോത്സ്യപ്പണികൾ, തങ്ങന്മാർ, അതുപോലെ ഭാവി പറയുന്നവർ, ഭാവി പ്രവചിക്കുന്നവർ എന്ന നിലയിൽ സമൂഹത്തിൽ കടന്നു വന്നിട്ടുള്ളവർ അവരെ ന്യായീകരിക്കുന്നു എന്നത് കൊണ്ട് തന്നെ അറബിക് ജ്യോതിഷങ്ങൾ, അറബിക് മാന്ത്രികങ്ങൾ, അതിന് പ്രത്യേകമായ സദസ്സുകൾ, അതിന് കളമൊരുക്കി കൊടുത്ത് തെളിവുദ്ധരിക്കുന്നു എന്നത് കൊണ്ട് തന്നെ, അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയോട് ദേഷ്യമുള്ളത് കൊണ്ടോ, ഏതെങ്കിലും ഒരു വ്യക്തിയോട് വെറുപ്പുള്ളത് കൊണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനോട് ദേഷ്യമുള്ളത് കൊണ്ടോ അല്ല. ഇനി അതല്ല, അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് വോട്ട് കുറഞ്ഞു പോകുമോ എന്ന പേടി കൊണ്ടുമല്ല. നേരെ മറിച്ച് ഇസ്ലാമിക വിരുദ്ധമായ ആദർശം, ആ ആദർശം നിലനിർത്തുന്നു എന്നതുകൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയാനും ഇത് ഇസ്ലാം അല്ല എന്ന് പറയാനുമുള്ള പ്രസ്ഥാനം, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഇതാണ് ഇസ്ലാം എന്ന് പറയാനും ഇത് ഇസ്ലാം അല്ല എന്ന് പറയുവാനുമുള്ള പ്രസ്ഥാനം, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം. മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമാണോ? അല്ല. നിങ്ങൾ കേട്ടോളൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലക്കാലം കൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വങ്ങൾ ഈ സമൂഹത്തിന് കൈമാറി. പ്രവാചക ജീവിതത്തിൽ നിന്ന്, പ്രവാചകന്റെ ആയുസ്സിൽ നിന്ന് 5 ദിവസം മാത്രം അവശേഷിക്കുന്ന ഘട്ടം. ഇനി അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പ്രവാചകന്റെ ആയുസ് അവസാനിക്കുകയാണ്. 5 ദിവസം മാത്രം അവശേഷിക്കുന്ന ആ ഘട്ടത്തില് പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താ പറഞ്ഞത്? അഹ്ദീ ബിനബിയിക്കും ഖബല വഫാതിഹി ബിഹംസി ലയാൽ ഫസമിഅതുഹു യഖൂൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ 5 രാത്രികൾ മാത്രം ബാക്കി നിൽക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു. എന്താ പ്രവാചകൻ പറഞ്ഞത്? ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഇല്ലാ വലഹു ഖലീലുൻ മിൻ ഉമ്മത്തിഹി. തീർച്ചയായും ലോകത്തേതൊരു പ്രവാചകൻ കടന്നു വന്നിട്ടുണ്ടോ, ആ പ്രവാചകന് തന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഖലീൽ, ഒരു ചങ്ങാതി ഉണ്ടാകാതിരുന്നിട്ടില്ല. വഇന്ന ഖലീലി അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ. എന്റെ ഖലീൽ, എന്റെ ചങ്ങാതി അബൂബക്കറാണ്. എന്റെ ഖലീൽ അബൂബക്കറാണ്. അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറാണ് എന്റെ ചങ്ങാതി. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഏതൊരു പ്രവാചകൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ പ്രവാചകരെല്ലാം തന്റെ ഉമ്മത്തിൽ നിന്നൊരു ചങ്ങാതി ഉണ്ടായിട്ടുണ്ട്. എന്റെ ചങ്ങാതി അബൂബക്കറാണ് എന്ന് മാത്രമല്ല, പ്രവാചകൻ പറയുന്നു സാഹിബക്കും ഖലീല. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ സാഹിബിനെ അഥവാ പ്രവാചകനായ എന്നെ ഖലീലായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അള്ളാഹു എന്നെ ഖലീലായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയുന്നു, അലാ ഇന്നൽ ഉമമ ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനത, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനവിഭാഗങ്ങൾ, കാനൂ അവരായിരുന്നു, യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നവരായിരുന്നു. വഇന്നി അൻഹാകും അൻ ദാലിക. എന്റെ ഉമ്മത്തെ നിങ്ങൾ എങ്ങനെ ചെയ്യല്ല, എന്റെ ഉമ്മത്തെ നിങ്ങൾ എങ്ങനെ ചെയ്യല്ല, എന്റെ ഉമ്മത്തെ നിങ്ങൾ എങ്ങനെ ചെയ്യല്ല. ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ 5 ദിനങ്ങൾ മാത്രം അവശേഷിക്കുമ്പോ തന്റെ ഉമ്മത്തിനെ നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നടത്തുന്ന വസിയത്താണ്, എന്റെ ഉമ്മത്തെ നിങ്ങൾ ഒരിക്കലും ഖബറുകളെ, പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കരുത് എന്ന് തന്റെ ഉമ്മത്തിന് വസിയത്ത് നൽകിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അല്ലാഹുമ്മ ഇന്നി ബല്ലഗ്തു, അല്ലാഹുമ്മ ഇന്നി ബല്ലഗ്തു, അല്ലാഹുമ്മ ഇന്നി ബല്ലഗ്തു. പടച്ചവനെ, ഞാൻ എന്റെ ജനതയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഞാൻ എത്തിച്ചു കൊടുത്തു റബ്ബേ. അല്ലാഹുവേ, ഞാൻ എത്തിച്ചു കൊടുത്തു റബ്ബേ. അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്. അല്ലാഹുവേ, അതിന് നീ സാക്ഷിയാണ്, അതിന് നീ സാക്ഷിയാണ്, അതിന് നീ സാക്ഷിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാചകങ്ങൾ തന്നെ അതിന്റെ ഗൗരവം സൂചിപ്പിക്കുകയാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിന്റെ സവാജിറിൽ ഈ ഹദീസ് എടുത്തു കൊടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എത്ര ഗൗരവത്തിലാണ് പ്രവാചകൻ ഇത് താക്കീത് ചെയ്തത്. എന്നാൽ പിന്നീട് സമൂഹത്തിൽ കണ്ടതെന്താ, നാട്ടിൽ കണ്ടതെന്താ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പേര് പറഞ്ഞ്, മാലിക് ഇബ്നു ദീനാറിന്റെ പേര് പറഞ്ഞ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആളുകൾ, കടന്നു വന്ന ആളുകൾ പിന്നെ എന്താ ചെയ്തത്? ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അതിന് പ്രത്യേക ഖബറുകൾ വരെ തേടിപ്പിടിച്ചു. മാത്രമല്ല, ഇല്ലാത്ത ഖബറുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്നാണ്. ഖബറുകൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക, അവസാനം ഖബറിലും മനുഷ്യർക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥ.
സാധാരണ എല്ലാവരും പറയുന്നുണ്ട് കബറിൽ പോകുമ്പോഴെങ്കിലും സമാധാനം, നീ കബറിൽ പോകുമ്പോഴെങ്കിലും സമാധാനം കിട്ടും. പക്ഷെ അവിടെയും സമാധാനം കിട്ടാത്ത, അവിടെയും ഒന്ന് ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടായി അല്ലേ? ഈ അടുത്ത സമയത്ത് കായംകുളം എന്ന് പറയുന്ന പ്രദേശത്ത് ഇതുപോലെ കബർ, ഭയങ്കര വാർത്ത, ആളുകൾ ഓട്ടവും ബഹളവും. ഖബർ പൊങ്ങി വന്നു എന്നാ, പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരല, ഖബർ ഇങ്ങനെ പൊങ്ങി വന്നു എന്നാ വാർത്ത വന്നത്. ആളുകൾ ഓടി ചെന്നു, പിന്നെ പറഞ്ഞു വർത്തമാനം പെരുകി, സ്മെല്ലിങ്ങനെ വരികയാണ്, സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശാണ്. അവിടുത്തെ മീസാങ്കല്ലിൽ നിന്ന് വരെ ചന്ദനത്തിന്റെ മണമാണെന്നാ. ആളുകൾ പരക്കം മാഞ്ഞു. തലവേദനയുമായി വന്നവർക്ക് അപ്പത്തന്നെ സഡൻ ആക്ഷൻ, വിക്സാക്ഷൻ 500 എന്നൊക്കെ പറയുന്ന പോലെ കഴിച്ചോടെ തന്നെ അപ്പ തന്നെ ആക്ഷനാണ്. ചെന്നുടൻ തന്നെ തലവേദനയൊക്കെ മാറി കിട്ടിയിരുന്നു. അനാസിന ഔലിയാന്ന് വരെ വിളിക്കപ്പെട്ടു അദ്ദേഹത്തെ. കാരണം എന്താ, തലവേദനയൊക്കെ പോയില്ലേ. അങ്ങനെ പെട്ടെന്ന് വാർത്ത വരുന്നു, ആളുകൾ പോയി, ആളുകൾ ചെന്നുകൂടി. ഒരു മുസ്ലിയാർ അതിന് നേതൃത്വം കൊടുത്തത്. അവസാനം ഖബർ ഏതാന്ന് അന്വേഷിച്ചപ്പോ ഈ ഖബർ കിടക്കുന്ന ആളുടെ പേരക്കുട്ടികൾ ഇവിടെ ജീവിച്ചിരിക്കുകയാണ്. അവരോട് ചെന്ന്, ഞങ്ങളുടെ വല്ലുപ്പയോട് ഞങ്ങൾക്കില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് എന്താ? ഞങ്ങളുടെ വല്ലുപ്പയാണ് ഈ ഖബറുള്ളത്, ആ വല്ലുപ്പയോട് ഞങ്ങൾക്കില്ലാത്തൊരു പ്രേമം എന്തേ നിങ്ങൾക്ക്? അപ്പൊ പറയാം, നിങ്ങളുടെ വല്ലുപ്പ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിപ്പോ പൊതു സ്വത്തായി, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വല്ലുപ്പ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വെറുതെ പറയില്ല. കായംകുളം മഹല്ലില്, അവിടുത്തെ ഒരു പള്ളിയില്, അവിടെ സേട്ടുമാര് പണ്ട് ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ ഖബർസ്ഥാൻ കുറച്ച് സ്ഥലം മാറ്റിയിട്ട് സേട്ടു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഖബറക്കാൻ വേണ്ടി ഒരു ഖബർസ്ഥാൻ ഉണ്ടായിരുന്നു, പൊതു ഖബർസ്ഥാനോട് ചേർന്ന് തന്നെ. അത് സേട്ടുമാർ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം കുറെ കാലം കാട് പിടിച്ച് കിടന്നു. ഒരു ബിരുദൻ സക്കാഫി ആ പള്ളിയിൽ വന്ന് ചാർജ് എടുത്തതിന് ശേഷം എന്തെടുത്തു, പല പദ്ധതികളും ആവിഷ്കരിച്ച് അവസാനം കാടൊക്കെ നീക്കിയിട്ട് പിന്നെ മണം പരത്തി, അതുപോലെ തന്നെ ആളുകളെ വിളിച്ചുകൂട്ടി അവിടെ പ്രത്യേകമായി സ്പെഷ്യലൈസ് ചെയ്ത ഖബറിടമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി. അവസാനം മീഡിയകളിലൂടെ അത് പുറത്തു വരാൻ തുടങ്ങി. കണ്ടോളൂ അതിന്റെ ഒരു രംഗം. കായംകുളം മുഹീദ്ദീൻ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വ്യാപാരികളായിരുന്ന സേട്ടുമാർ ദാനം നൽകിയ ഭൂമിയിലാണ് ഈ പള്ളി നിലനിൽക്കുന്നത്. ഈ പള്ളി പുരാതനമായി മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അറിയപ്പെട്ട ഒരു പള്ളിയാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചില ഖബറിടങ്ങൾ ഇവിടെയുണ്ട്. സേട്ടുമാരുടേതാണത്രേ ഈ ഖബറുകൾ. 10 സെന്റ് വസ്തു അവിടെ അപ്പുറത്തുണ്ട് സേട്ടന്മാരുടെ. അവര് ഈ പള്ളിക്ക് വേണ്ടി കൊടുത്തത്, അവരുടെ ഈ ഖബറടക്കം മയ്യത്തടക്കുന്നതിന് വേണ്ടി മാത്രം. ആ ഖബർസ്ഥാനിൽ പിന്നീട് പിൽക്കാലത്ത് ആരുടെയെങ്കിലും ഖബറടക്കിയിരുന്നു? അത് അവരുടെ മാത്രം. അതിപ്പോ വർഷങ്ങളായി, ഇപ്പൊ നടക്കുന്നില്ല, വളരെ വർഷങ്ങളായി. കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കായംകുളത്ത് സേട്ടുമാർ വന്ന് താമസിക്കാറുണ്ട്. അപ്പൊ അവരെ ഖബറടക്കം ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഭാഗം. അവർക്ക് പ്രത്യേക ഖബർസ്ഥാന നമ്മളെ പാറ്റുകടവിലെ പള്ളിയുടെ ഭാഗത്ത് വന്നതോടുകൂടി അവരങ്ങോട്ട് ഖബറടക്കം മാറി. അപ്പോ 10, 300, 400 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഖബർസ്ഥാൻ ചരിത്രപരമായി അവിടെ ഉണ്ടാകാം. കാലങ്ങളായി കാട് പിടിച്ചു കിടക്കുകയായിരുന്നു ഈ ഖബറുകൾ. പള്ളി പരിസരത്താകട്ടെ. എന്നാൽ പെട്ടെന്നൊരു ദിവസം ചില ചെറുപ്പക്കാരെത്തി കാട് നീക്കുകയും ഖബറുകൾ കണ്ടെന്ന് പറയുകയുമായിരുന്നു. ഇത് അറബിയിൽ കൊത്തിയ, അതും ഒരുപാട് വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്ന കല്ലുകൾ ഇന്ന് അവരുടെ കാണാത്തത് കൊണ്ട് അതിൽ നമുക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ആളുകൾ തടിച്ചുകൂടുന്ന വിവരമറിഞ്ഞ് കൊച്ചിയിൽ നിന്ന് ഈ ഖബറിടങ്ങളുടെ അവകാശികളായ സേട്ടുമാരെത്തി. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെയൊക്കെയും അവർ നിശിതമായി വിമർശിക്കുകയും ഇത് വകവെച്ചു കൊടുക്കാൻ പാടില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. കൊച്ചിയിൽ നിന്ന് അവരുടെ ആൾക്കാർ വന്നിരുന്നു. ആൾക്കാർ ഞായറാഴ്ച അവരിവിടെ വന്നിരുന്നു. വെള്ളിയാഴ്ച സംഭവം. ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾക്ക് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ അവർ വന്നിരുന്നു. അവരുമായിട്ട് സംബന്ധിച്ച് സംസാരിച്ചു. അവരെന്താ അഭിപ്രായമാണ് പറഞ്ഞത്? അവരുടെ വാപ്പാള ഒരു ഇത് അവർ പറഞ്ഞു, അവരുടെ 3 ഖബറുകളുണ്ട്, അതാണ് എന്നാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങൾക്കൊന്നും അവർക്ക് താല്പര്യമില്ല. ഇങ്ങനെ കാണിക്കുന്നത് ഇതിൽ സ്ത്രീകൾ കയറുന്നു, മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല. കണ്ടോ, പേരക്കുട്ടികൾക്ക് ഇഷ്ടമല്ല. മുല്ലർക്ക് ഇഷ്ടമില്ലാതിരിക്കാൻ പറ്റൂല. കണ്ടോ, പേരക്കുട്ടികൾ പറയാ വേണ്ട, ഇതൊന്നും വേണ്ട, നമ്മുടെ വല്ലുപ്പാന്റെ ഓപ്പരവിടെ കിടന്നോട്ടെ, അവരടങ്ങിക്കോട്ടെ, അവിടെ അടങ്ങിക്കിടന്നോട്ടെ, നിങ്ങൾ ശല്യപ്പെടുത്തല്ല. മുല്ലർ പറയാ പറ്റൂല. അവസാനം മീഡിയകൾ വന്നു. ഖബർ പൊങ്ങിയതാണെന്ന് ആദ്യം പ്രചരിപ്പിച്ചത്. അവസാനം മീഡിയകൾ വന്നു, ആളുകൾ പറയാൻ തുടങ്ങി, അതെ ഇത് പണ്ടേ ഉള്ള ഖബറ, ഇപ്പൊ പൊങ്ങിയതൊന്നുമല്ല എന്ന് പറയാൻ തുടങ്ങിയപ്പോ മുസ്ലിയാർ അടവ് മാറ്റിയിട്ട് എന്താ പറഞ്ഞത്? അടവ് മാറ്റിയിട്ട് പറഞ്ഞു, പൊങ്ങിയതല്ല, സ്വപ്നം കണ്ടതാണെന്ന്. കേട്ടോളൂ, അവിടുത്തെ ഒരു സക്കാഫിയാണ് പറയുന്നത്. അതേസമയം ഇവിടത്തെ ഇമാം പറയുന്നത് മറ്റൊരു കഥയാണ്. ഖബറിടങ്ങൾ പെട്ടെന്ന് പൊങ്ങി വന്നു എന്നത് വാസ്തവമല്ല. മറിച്ച് ഇവിടെ ഒരു മഹാന്റെ ഖബറിടമുണ്ട് എന്ന വസ്തുത
ഈ പ്രദേശത്തെ 4 ചെറുപ്പക്കാർ സ്വപ്നത്തിൽ കണ്ടിരുന്നത്രേ. ഇവിടെ നാട്ടിലുള്ള 4 ചെറുപ്പക്കാരോളം എൻ്റെ അടുത്ത് വന്ന് ഈ റമദാന് ശേഷം എന്ന് പറയുക, അവര് ആ മാതലിന്റെ സമീപത്ത് വലിയൊരു ഖബറുള്ളതായി സ്വപ്നം കണ്ടു. അവിടെ കുറെ ആളുകൾ ദുആ ഒരു സ്വപ്നം കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആ കണ്ടവര് വന്നുകൊണ്ടാണ് അവിടെ വൃത്തിയാക്കി സിയാറത്ത് ചെയ്തത്. അല്ലാതെ ഒരു മഹാന്റെ ഖബർ പുതിയ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ഖബർ പൊന്തുകയോ മീസാങ്കൽ ഉയരുകയോ ചെയ്തിട്ടില്ല. അത് കള്ളത്തരമാണ്. അതാരോ പറഞ്ഞുണ്ടാക്കിയതാണ്. കണ്ടോ, ഇയാൾ പറഞ്ഞ വെടികൾ കേൾക്കണം. എന്താ 4 ചെറുപ്പക്കാർ സ്വപ്നം കണ്ടതാണ് അവിടെ ഒരു ഖബറുണ്ട്. എന്തിനാ സ്വപ്നം കാണുന്നത്? നേരെ പോയി നോക്കിയാൽ കാണൂലേ, അവിടെ വർഷങ്ങളായിട്ടുള്ള ഖബറാത്. പിന്നെന്തിനാ സ്വപ്നം കാണുന്നത്? 4 അല്ല 400 ചെറുപ്പക്കാർ നേരെ പോയി നോക്കിയാൽ കാണും. പിന്നെ ഇങ്ങനെ സ്വപ്നം കാണുന്നത്? അപ്പൊ ഇയാൾ പറയാം സ്വപ്നം കണ്ടതാണ് 4 ചെറുപ്പക്കാർ. ഇവിടെ സ്വപ്നം കാണുന്ന കണ്ണു തുറന്നു നോക്കിയാൽ കാണുന്നുണ്ട്, ഖബറവിടെ ഉണ്ട് വർഷങ്ങളായിട്ട്. അത് സ്വപ്നം കണ്ടതാണ് അത്രേ. ഇങ്ങനെയല്ല ഉണ്ടാക്കൽ. എന്തുണ്ടാക്കാം? ദീനുണ്ടാക്കിയവര്. കാരണം ഒരാൾ സ്വപ്നം കണ്ടാൽ മതി, എന്തുണ്ടാക്കിക്കൂടെ? ഇവരുടെ തത്വങ്ങൾ മുഴുവൻ നോക്കിക്കോ. എല്ലാ സ്വപ്നം കൂടുതലും സ്വപ്ന അള്ളയില്ലാത്തൊരു പ്രാർത്ഥിക്ക. എന്താ തെളിവ്? അത് ഉത്തവിക്കഥ ഉണ്ട്. എന്താ ഉത്തവിക്കഥ? ഉത്തവിക്കഥ എന്താ? അത് ഉത്തവി റസൂലുള്ളാഹിന്റെ ഖബറിനടിക്ക് നിൽക്കുക, ഫഹമരത്തിന് അതിനായി അപ്പൊ ഉറങ്ങി പോകുന്നു. ഉണ്ടോ? അപ്പൊ ഉറങ്ങണ കാര്യം ഉറങ്ങിയാലല്ലേ സ്വപ്നം കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാ സ്വപ്നം കാണുന്നു. എന്താ സ്വപ്നം കാണുന്നത്? റസൂലുള്ള സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നു, യാ ഉത്തബി യോ ഉത്തബി ഇൽഹഖിൽ അറാബി, അറാബിയെ പിടിച്ചോണ്ട് വാ, അയാളെ പോയി പിടിക്ക്. എന്നിട്ട് ഫബശ്ശിറുഹു, അയാൾക്ക് സന്തോഷ വാർത്ത അറിയിക്ക്, അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, അല്ലാഹ് അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന്. കണ്ടോ? അപ്പൊ അള്ളാഹ് പ്രാർത്ഥിക്കാൻ തെളിവെന്താ? ഇയാൾ കണ്ട സ്വപ്നം. ആര് കണ്ട സ്വപ്നം? ഉത്തബി കണ്ട സ്വപ്നം. അതുപോലെ തന്നെ ഇതാ വീണ്ടും ഒരാൾ വരുന്നു. എവിടെയാ വരുന്നത്? റസൂലുള്ളാഹിന്റെ ഖബറിനടുക്കിലേക്ക്. എന്താ പറയുന്നത്? ഇസ്തസ്കിരി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ, അല്ലാഹു റസൂലേ അങ്ങ് ഈ ജനതയ്ക്ക് വേണ്ടി, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി അള്ളാഹിനോട് മഴയെ ചോദിക്കണം, അവർ നശിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് അയാൾ മാറി ഉറങ്ങാണ്. ഉടനെ ഉറങ്ങാണ്. അപ്പൊ ഇതാ സ്വപ്നം കാണുകയാണ് അയാള്. എന്താ സ്വപ്നം കാണുക? ഉമറിന്റെ അടുക്കൽ പോകണം, ഭരണം നന്നാക്കാൻ പറയണം, ഭരണം അത്ര ശരിയല്ല എന്ന് ഉമറിന്റെ അടുക്കൽ പോയി പറയണം. അല്ലാ, ലോകം കണ്ട് ഏറ്റവും നല്ല ഭരണം നടത്തിയ ആളാണ് ഉമർ ഖത്താബ്, നീതിമാനായ ഭരണാധികാരി. അപ്പൊ ഉറക്കത്തിൽ വന്നിട്ട് പറയണ എന്താ? ഭരണം നന്നാക്കാൻ വേണ്ടി പറയണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് ഭരണം നന്നാക്കാൻ വേണ്ടി പറയണം. അങ്ങനെ പോവാണ്. അപ്പൊ ഇതും സ്വപ്നാണ്. ഖബർ പൊങ്ങിയതും സ്വപ്നാണ്. കൺമുമ്പിലുള്ള ഖബറും സ്വപ്നം കാണുകയാണ്. കൺമുമ്പിലുള്ള ഖബറും സ്വപ്നം കാണുകയാണ്. ഏതോ ആയിക്കോട്ടെ, അങ്ങനെ സ്വപ്നം കണ്ടതാണ്, പൊങ്ങിയതല്ലാതെ സമ്മതിക്കേണ്ടി വന്നു. മാത്രല്ല 1 കൊല്ലം മുമ്പ് തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. 4 ചെറുപ്പക്കാരെ സ്വപ്നം കണ്ടില്ല. അതിനു മുമ്പ് ഒരു മഹാൻ, ആ മഹാൻ ഈ വിറുതുകൾ ഔറാദുകൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അതിന് തടസ്സം ഉണ്ടായിന്നാ. തടസ്സം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളൊക്കെ അവർക്കിടയിൽ ഒരു വിശ്വാസം, എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിളക്കണഞ്ഞാല് അല്ലെങ്കിൽ പല്ലി ചലച്ചാല് ശരിയാവൂല, ഇത് ശരിയാവൂല, ഇത് മുടക്കാണെന്ന് പറഞ്ഞ പോലെ ഇയാളെ വെറുതെ ഔറാദൊക്കെ മുടങ്ങുകയാണ് എന്നാ. അപ്പൊ എന്തോ ഒരു ശകുനപ്പഴ ഉണ്ടെന്ന് മനസ്സിലായി. കേട്ടോളൂ, ഇദ്ദേഹം തന്നെ, ഈ സക്കാഫി തന്നെ പറഞ്ഞു കേട്ടോളൂ. അല്ല, അതിനു മുമ്പ് ഒരാൾ സ്വപ്നം കണ്ടാ തെളിവാകോ ഇല്ല അത് നമ്മൾ തീരുമാനിക്കണമല്ലോ. മുജാഹിദിൽ പറഞ്ഞിട്ട് വേണ്ട, ആ നാട്ടിലെ പരിസരത്തുള്ള പള്ളിയിലെ മുസ്ലിയാക്കന്മാർ തന്നെ അതിനെ പ്രതികരിച്ചൊന്ന് കേട്ടോളൂ. ഇസ്ലാമിലെ ഒരാളുടെ സ്വപ്നത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ ആരുടെയെങ്കിലും പുരയിടത്തിൽ പഴയ മീസാൻ കല്ല് കൊണ്ടുവച്ചിട്ട് അവിടെ ജനങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംസ്കാരം ഇസ്ലാമിക സംസ്കാരം അല്ല ഒരിക്കലും. അപ്പൊ ഈ ഒരാൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക അടിത്തറ ഉണ്ടാക്കിയെടുക്കുന്നതിന് യാതൊരു അടിസ്ഥാനമില്ല. കാരണം അത് പ്രവാചകൻ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് നാട് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക അടിത്തറ മൊത്തം പൂർത്തിയാക്കിയിട്ടാണ് പോയത്. പിന്നെ ആരുടെയെങ്കിലും സ്വപ്നത്തിന്റെ കാര്യം ഇസ്ലാമിലില്ല. കണ്ടോ? അപ്പൊ സ്വപ്നം പറഞ്ഞിട്ട് കാര്യമില്ല, സ്വപ്നം കൊണ്ട് ദീൻ തെളിയിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ കേട്ടോളൂ, 1 കൊല്ലം മുമ്പ് ഇവർ പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത്. മുമ്പൊരിക്കൽ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരു പണ്ഡിതനും സ്വപ്ന ദർശനം ഉണ്ടായി പോലും. അതനുസരിച്ച് ഇവിടെ എത്തിയ ആ പണ്ഡിതൻ ഈ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുമായി സംസാരിച്ചതായും ഇമാം അവകാശപ്പെടുന്നു. സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആരാധന ദിക്റുകൾ, അതിൽ തടസ്സമുണ്ടായപ്പോ അദ്ദേഹം മഹാന്മാരുടെ മഖബറകളിലൂടെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സന്ദേശം കിട്ടിയത്, നിങ്ങൾ കായംകുളം മുഹീദ്ദീൻ പള്ളിയിൽ പോവുകയും അവിടെ പോയി സിയാറത്ത് ചെയ്യണമെന്ന്